ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഈസിയാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് നെയ്ച്ചോറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയൊക്കെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയിലൊരു കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. ജീരകശാല അരിയാകുമ്പം അതിൻ്റെതായൊരു ടേസ്റ്റും ആ ഒരു പെർഫെക്ഷനും കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് ആ കുക്കറിലേക്ക് ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം. ഏത് നെയ്യായാലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു നെയ്യും കൂടെ ചേർക്കും വേണം അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരിക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയുടെ ഒരു കാൽഭാഗമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സവാളയുടെ കളറ് തീരെ ചേഞ്ച് ആവരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ ഒരു മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളാക്കണം. ആ ഒരു ട്രാൻസ്പാരൻറ്റ് കളറ് മാറി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അരിയുടെ കളറും മാറും, ചോറിൻ്റെ കളറൊക്കെ മാറും, അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയം നമ്മൾ വറുത്തതിൻ്റെ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ സാധാരണ ഒരു ഗ്ലാസ്സിന് ഇരട്ടി വെള്ളമാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കല്ലുപ്പ് ചേർത്താലും അതിനൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ടേസ്റ്റൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം, സാധാ വെള്ളം തന്നെയാണ്, ചൂടുവെള്ളമൊന്നുമില്ല, പച്ചവെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിതാ കുക്കർ അടച്ച് വെച്ചിട്ട് മേലെ വിസിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അങ്ങനെ വെക്കുന്ന സമയത്ത് മേലെ കൂടി ഇത് ആവി വരുമല്ലോ, ആ സമയത്ത് നമ്മൾ കുക്കറിൻ്റെ വിസിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളൊരു വിസിൽ വെച്ചിട്ട് ആക്കുന്നതാണെങ്കിൽ അത് വേറെ രീതിയിൽ കുറച്ചുകൂടെ ഇങ്ങനെ വെന്തിട്ടായിരിക്കും വരിക കേട്ടോ. ഇതിപ്പോൾ ആ ഒരു വിസിൽ വെച്ച് കുറേ സമയം കഴിയുമ്പോൾ അതിൽ ആ ഒരു പ്രഷറും തന്നെ ചോറ് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ആവിയൊക്കെ പോയപ്പോൾ നമ്മളിതാ തുറന്ന് നോക്കിയിട്ടോ, ഒട്ടിപ്പിടിക്കാതെ ഓരോ അരിയും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഈസിയാണല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ടും. നമ്മളിതാ ജസ്റ്റ് ഒന്നിങ്ങനെ ആ വിസിൽ വെക്കാതെ അതിൻ്റെ ആവി വരുന്ന സമയത്ത് നമ്മൾ വിസിൽ വെച്ച് കൊടുക്കുന്ന ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്യാം. ആ സമയത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെയ്ച്ചോറ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല നെയ്യുടെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഓയിലാണ് ഒഴിച്ചത്. എന്നാലും അതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതവിടെ നല്ല ബീഫ് മുളകിട്ടതിൻ്റെ കൂടെ ആയിട്ട് നെയ്ച്ചോറ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയിൽ പണ്ട് കല്യാണ വീട്ടിലൊക്കെ നമുക്കിങ്ങനെയായിരുന്നു, വാഴൻ്റെ ഇലയിൽ നെയ്ച്ചോറും ആ ഒരു ബീഫ് മുളകിട്ട് കേട്ടോ. ഇത് കഴിച്ച സമയത്ത് തന്നെ ഞാനിവിടെ ഹസ്ബൻഡ് ഞാനൊക്കെ സംസാരിച്ചു ആ ഒരു പണ്ടത്തെ ആ ഒരു ഓർമ്മ അത്രയും ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളിതുപോലെ നെയ്ച്ചോറും ബീഫ് മുളകിട്ടൊക്കെ വാഴൻ്റെ ഇലയിൽ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.